കേരളത്തിലെ മുഖ്യമന്ത്രി ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാ നടപടികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞ എന്താ, സോണിയാഗാന്ധിയെ അടുക്കൽ എങ്ങനെ അവരൊക്കെ ചെന്നു? കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചെവിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിച്ചത് എന്തിനായിരുന്നു? അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്തായിരുന്നു ഇതിനകത്ത് പങ്ക്? അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധമുണ്ട്? കളവ് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. മുഖ്യമന്ത്രി പറയാണ് കോൺഗ്രസ്സുകാർക്കാണ് ബന്ധം. ഒരു കോൺഗ്രസ്സുകാരനും ജയിലിൽ പോയിട്ടില്ല. ജയിലിൽ പോയതൊക്കെ CPM-കാർ തന്നെയാണ്. CPM-ന്റെ മുന്നൊരു MLA-യും പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെയായ മറ്റൊരാളും ജയിലിൽ കിടക്കുകയാണ്. എന്നിട്ടാ പറഞ്ഞ കോൺഗ്രസ്സുകാർക്ക് ബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. എന്താണ്, ജനങ്ങൾ വെറും വിഡ്ഢികളാണെന്നാണോ മുഖ്യമന്ത്രി കരുതുന്നത്? യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഒരു കാര്യം ഞാൻ പറയുന്നു, ഈ കേസ് അട്ടിമറിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണ്. ഈ കേസ് അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്, മുന്നോട്ട് പോകുന്നില്ല. അന്താരാഷ്ട്ര ആന്റി സ്മഗ്ലേഴ്സിന്റെ പിന്നിലുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, ലോകത്തെമ്പാടും ആന്റിക്സ് കള്ളക്കടത്ത് നടത്തുന്ന ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, CBI അന്വേഷിക്കണം, കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം ആ അന്വേഷണം. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു CBI അന്വേഷണം വേണ്ടി വരുന്നു. SIT-യിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, SIT അവരുടെ ജോലി ചെയ്യട്ടെ. പക്ഷേ ഇത് ഇന്റർനാഷണൽ റമിഫിക്കേഷനുള്ളൊരു കേസായതുകൊണ്ടാണ് SIT-ക്ക് അന്വേഷിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CBI അന്വേഷണം കോടതിയുടെ നിയന്ത്രണത്തിൽ വേണമെന്ന്. ഇന്നലെ മുഖ്യമന്ത്രി എന്തെല്ലാം കാര്യങ്ങളാണ് വിളിച്ചു പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇതുവരെ പത്മകുമാറിന്റെയും വാസുവിന്റെയും പേരിൽ പാർട്ടി നടപടിയെടുക്കാത്തത്? മുഖ്യമന്ത്രി ഒരു അക്ഷരം മിണ്ടിയോ? എന്തുകൊണ്ടാണ് അവരെ സംരക്ഷിക്കുന്നത്? ജയിലിൽ കിടക്കുന്ന വാസുവിനെയും പത്മകുമാറിനെയും സംരക്ഷിക്കുക എന്നുള്ളതിന്റെ അർത്ഥം അവർക്ക് എന്തെല്ലാം മറച്ചു വെക്കാനുണ്ടെന്നുള്ളതാണ്. കാരണം ഇവരുടെ പേര് പാർട്ടി നടപടിയെടുത്താൽ കൂടുതൽ ഉന്നതന്മാരുടെ പേര് വിളിച്ചു പറയും. ആ ഭയമാണ് മുഖ്യമന്ത്രിക്ക്. അല്ലായിരുന്നെങ്കിൽ അവരെ എന്ന് പുറത്താക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല? ഗോവിന്ദ മാഷ് എന്തുകൊണ്ട് അവരെ പുറത്താക്കുന്നില്ല? അപ്പോൾ രണ്ട് പ്രതികൾ, പ്രധാന നേതാക്കന്മാർ ജയിലിൽ കിടന്നിട്ട് അതിനെപ്പറ്റി നടപടി പോലും സ്വീകരിക്കാതെ കോൺഗ്രസ്സുകാരെ പറ്റി കുറ്റപ്പെടുത്തുകയാണ്. ഏത് കോൺഗ്രസ്സുകാരനാണ് ഇതുമായിട്ട് ബന്ധം? പോലീസ് അന്വേഷിച്ചിട്ട് ഇതുവരെ ആരും കിട്ടിയില്ലല്ലോ. അപ്പം ഇതിൽ യഥാർത്ഥത്തിലുള്ള ബന്ധം CPM-നും ഗവൺമെന്റിനും ഉള്ള ഉന്നത വ്യക്തികൾക്കുമാണ്. അവരെ കണ്ടെത്താൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ അന്വേഷിക്കണം.